അപ്പൊ പേരോട് അംഗീകരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സുൽത്താൻ ഔലിയാരുടെ തരീക്കത്തിലുള്ള ആളും അതുപോലെ തന്നെ നമ്മളെ വേങ്ങാട് തരീക്കത്തിലുള്ള ആളൊക്കെ ഈ പരിഭാഷ പേരോട് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളും വിശ്വസിക്കൂലല്ലോ. അതിന് മൗലവി പാറ്റക്കളം പറഞ്ഞൂടെ എന്താ പറഞ്ഞു? സൈനുദ്ദീൻ മഖ്ദൂമിന് എന്ന അതിനൊരു പരിഭാഷ ഉണ്ട്. ഫത്ഹുൽ മുഈന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ ഉണ്ട്. അതാ വായിക്കുന്നത്. എവിടെ വായിക്കുന്നത്? സൈനുദ്ദീൻ മഖ്ദൂമിന് ഫത്ഹുൽ മുഈന്റെ ഒരു പരിഭാഷ മൗലവിമാർ കാണിച്ചു തന്നാൽ, സെലഫികൾ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്റെ ചെരുപ്പെടുക്കലല്ല, എല്ലാ സെലഫിക്കും പോലെ ജനിച്ചു, എല്ലാ സെലഫികൾക്കും പോലെ ജനിച്ച് ഞാൻ വാങ്ങിച്ചു. മഹ്ദൂമിന്റെ ഒരു പരിഭാഷകൾ കാണിച്ചാണ് ഫത്ഹുൽ മുഈൻ. എന്നാ പിന്നെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാർ. ഇതാ നിങ്ങൾ നോക്കൂ, ഫത്ഹുൽ മുഈൻ പരിഭാഷ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷയാണ്. അതിൽ കാണാം. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ നാലാമത്തെ അഹലിമികളെ പഠിപ്പിക്കാൻ വന്ന ആളായിക്കാതെ. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ അപ്പൊ ഇങ്ങനൊരു പരിഭാഷ അതിനെ കൊണ്ടെന്നാൽ എല്ലാ സെലഫികൾക്കും പേരോടിക്കണമെങ്കിൽ ഓരോ ചെരുപ്പി ഇമ്മൗലവിക്ക് മാത്രമല്ല എല്ലാവർക്കും പെരുന്നാളിന്റെ തലേന്ന് വന്നോളൂ. ഒരു ചോട തട്ടു ഇങ്ങനെ ഞാൻ കാണിച്ചില്ല, മൗലവിന്റെ തട്ടോ ദുബായിലെ തട്ടോ അങ്ങനത്തെ ഓരോ തട്ടോ എല്ലാ മൗലവിമാരും. ഇനി സഹോദരന്മാരെ നിങ്ങൾ കേൾക്കണം, ഇയാൾ ഒറ്റ ഒരു സത്യം പറയും, ഒറ്റ ഒരു സത്യം. ആ സത്യം ഇയാൾ വളരെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഒരു സത്യം എന്നെ ശ്രദ്ധപ്പെട്ടു, വേറെ ചില സത്യം ഉണ്ടായിക്കൂടാന്നില്ല. ഒരു സത്യം ഞാൻ ഒരു സത്യമാണ്. അതെന്താണ് ഇയാൾ പറഞ്ഞ സത്യവും? ഞാൻ ഈ നാദാപുരത്ത് വരുമെന്ന് വിചാരിച്ചത് ഒരിക്കൽ പ്രസംഗിച്ചിട്ടങ്ങ് പോവാണ്, ഒറ്റ ഒരിക്കൽ പ്രസംഗിച്ചാൽ മതിയാവില്ല വിചാരിച്ച. പക്ഷെ എന്ത് ചെയ്യാനാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പേരോട്. കാരണം മൂപ്പര് വേറൊരു സമയത്ത് പറഞ്ഞ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചല്ലോ, വിടൂലാന്ന് പേരോട് പറയാൻ ഇതെന്താ പേരോട് ശ്രീധരൻ കിട്ടിയതാണോ നാദാപുരോ നാവ് പറ്റൂ. എന്നാ എനിക്ക് ശ്രീധരൻ കിട്ടിയതാണ് അയാളെ കൊണ്ട് അള്ള സമ്മതിപ്പിക്കുകയാണ്. അയാൾ പറയുന്നത് പേരോട് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ച് പോകാന്നാ വിചാരിച്ചത്, കുടുങ്ങിയതല്ലേ. അത് ഞാൻ നിങ്ങൾക്കൊന്നും കേൾക്കണം, 2 പ്രാവശ്യം പ്രസംഗിച്ച് നിർത്താൻ വിചാരിക്കുന്നത്. മൂപ്പര് മനസ്സിലാക്കിയത് ഇത് ഷാർജയിലെ റൂമാണ്. ഇത് നാദാപുരാമൊഴി അറിയിപ്പിക്കുക നിങ്ങൾ ഞങ്ങളെ കൊണ്ട്. നമ്മളിതൊക്കെ ഒരിക്കാണ്ട് വായിച്ചു പോകാനാണ് വിചാരിച്ചത്. അറിയിപ്പിക്കുക നിങ്ങൾ ഞങ്ങളെ കൊണ്ട്. നമ്മളിതൊക്കെ ഒരിക്കാണ്ട് വായിച്ചു പോകാനാണ് വിചാരിച്ചത്. ഒരിക്കലും വായിച്ചു പോകാന്നാ വിചാരിച്ചത് പോലും. ഇത് ഞാൻ പറയിപ്പിക്കുകയാണ് പോലും. ഇപ്പൊ ശ്രീധരൻ കിട്ടിയാന്ന് മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയിപ്പിക്കാണ്, മൂപ്പായിട്ട് ഒരിക്കലും വായിച്ച് പോവാന്നാണ് വിചാരിച്ചത്. അങ്ങനെ നാദാപുരത്തെ ഞങ്ങളങ്ങനെ വിടൂല ഒരാളെ. നിങ്ങൾ ശരിക്കും തൽക്കരിച്ചിട്ടേ വിടുള്ളൂ. നിങ്ങൾ മാന്യന്മാരാണ്, നിങ്ങൾ നാദാപുരത്തെ മാന്യന്മാരാണ്. നിങ്ങൾ ശരിക്കും തൽക്കരിച്ചിട്ടേ വിടുള്ളൂ. എന്നിട്ട് ആരും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മുസ്ലിം മുഹമ്മദ് മുസ്ലിയാരോട് വെറുതെ നിർത്തുമ്പോ നിങ്ങളെ വലിയ വലിയമാരെ പുളിക്കൂൽ വെച്ച് ഞങ്ങൾ തൽക്കരിച്ചതാ. എന്നാൽ ആ കാട്ടിട്ട് വിളിച്ചത് അറിയില്ലേ? അപ്പൊ നാദാപുരത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. എന്ത് ഈ മൗലൈമാരെ സൽക്കരിക്കാന്ന് വരും നിങ്ങളൊരു പാരമ്പര്യം. ആ മുസ്ലിം മുഹമ്മദ് മുസ്ലിയാരുടെ ചെരുപ്പ് ഹിദ്മത്തിന് വേണ്ടി എടുത്തു നടക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. ഞാൻ പലപ്പോഴും അവിടുത്തെ പുസ്തകം പോയി സിയാറത്ത് ചെയ്യാറില്ല. അതുപോലെ അവിടുത്തെ ശിഷ്യനാണ് പിയന ഉസ്താദ്. പിയന ഉസ്താദാണ് എന്നോട് പറഞ്ഞത്, കടമേരിയിൽ മഹാനവറുകളുടെ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മഹാനവറുകളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ദർസ് തുടങ്ങുമ്പോ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്തിരുന്ന് എന്നിട്ട് ഞാൻ കുറെ സംശയങ്ങൾ ചോദിച്ചു. അന്ന് ചോദിച്ചത് ഫിത്ർ സക്കാത്ത് സംഭരിച്ച് വിതരണം ചെയ്യുന്നതിന്റെ മസലകളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല, ഞാൻ ചെറിയ കുട്ടിയാണ്, ഉള്ളൂക്കരമായിട്ട് പള്ളിയിൽ ഈ ഒരു ഉസ്താദിന്റെ ശിഷ്യന്റെ ഓതി പഠിക്കുന്ന കാലമാണ്. ഞാൻ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അപ്പോ മൂക്കർ മുസ്ലിയാർ എന്നിട്ട് ഒരാളുണ്ടായിരുന്നു, മുൻപ് എന്റെ നാട്ടിൽ കാളിയായത്. മൂപ്പർ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും വഫാത്തായി അവരൊക്കെ കബറിനെയും സന്തോഷത്തിലാക്കട്ടെ, വെറുതെ ഞാനിങ്ങനെ സംശയങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ മുജാഹിദുകളെ കണ്ടിക്കൽ വെച്ച് പിടിക്കണോന്ന്. കണ്ടിക്കൽ വെച്ച് പിടിക്കണോന്ന് എന്നോട് ഇങ്ങനെ ഉസ്താദ് പറഞ്ഞതാ. ഞാൻ അവരുടെ ഒരുക്കവും സമ്മതവും വാങ്ങിയിട്ടാണ് നാദാപുരത്ത് പ്രസംഗിക്കുന്നത്. മൗലവി അത് അറിയോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കെ ഉസ്താദ് മർഹൂം ഈ കെ മുസ്ലിയാർ അല്ലാഹു വെറുതെ എത്തി കൊടുക്കട്ടെ. ദയ്യിരിക്കുന്ന മുസ്ലിയാർ സാക്ഷിയാ. അദ്ദേഹത്തോട് ആ വിളിച്ച് പറഞ്ഞത് പേരോടൊന്ന് കാണണം. ഞാൻ പുല്ലൂക്കര വിഭാഗത്തിൽ ഓതി പഠിക്കുന്ന സമയമാണ്. ഇവരെ ഈ അബ്ദുറഹ്മാൻ മുസ്ലിയാരിനോട് നിങ്ങൾ കാണണമെന്ന് ശേഖുല പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോയി കടമേൽ ചെല്ലുന്നതായും കുറിച്ച് പോയത്. അന്ന് സിറാജിന്റെ എഡിറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ ചോദിച്ചു. ഞാൻ കാണാൻ പോയി ഈ കെ ഉസ്താദിനെ.
അപ്പൊ ഞാൻ ചോദിച്ചു ശൈഖുൻ എന്തിനാ എന്നെ കാണാൻ വിളിച്ചത്? എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല, ചോദിച്ചോണ്ടാ പോയത്. എന്നോട് നീ ആ കടവത്തൂർ ഭാഗത്തൊക്കെ മുജാഹിദുകൾക്കെതിരെ നന്നായി പ്രസംഗിക്കുന്നു എന്ന് കേട്ടിട്ട് ഞാനൊന്ന് കാണാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് കുറെ സമയം ചോദിച്ചു, എനിക്ക് മറുപടി കിട്ടി. അങ്ങനെ വഫാത്തായി പോയവരും ജീവിച്ചിരിക്കുന്ന ഉള്ളാസങ്ങൾ മോഹോത്സവയെ ഏറ്റിക്കൊടുക്കുകയും ഹിമ്മത്തിനെ ഏറ്റിക്കൊടുക്കുകയും ധാരാളം ദീർഘായുസ് കൊടുത്ത് അവിടുന്ന് നേതൃത്വം നൽകാനുള്ള തൗഫീഖിനെ ഏറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പഠിച്ചു എന്നെ കണ്ടപ്പോ ചുമല് തട്ടിയിട്ട് നീ പേടിക്കേണ്ടതാ, ഏത് മുഖായി നേരിട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ധൈര്യം. അതുകൊണ്ട് തന്നെ പറയാനും മനസ്സിലാക്കണം മൗലവി, ഞാൻ ആലിമീങ്ങളോട് സമ്മതം വാങ്ങിയിട്ടായത് പറയുന്നത്. നിങ്ങൾ വിചാരിക്കട്ടെ അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പോവാ, അങ്ങനെയൊന്നും നിങ്ങളെ വിടൂ, ഞങ്ങൾ നന്നായി തൽക്കേച്ചിട്ടേ വിടൂ. ഇനി അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നറിയോ, മൗലവി ഉള്ളാളം തങ്ങളെ ചീത്ത പറയുന്ന ഇൻഷാള്ള ശേഷം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാന്തപുരത്ത് അതിബിലിസാദ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പലരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. സമസ്തയിലെ മുഴുവൻ കാര്യങ്ങളും മാനസികം ചേർന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ മൗലവിയുടെ സ്വന്തം പിതാവ്, മൗലവിയുടെ സ്വന്തം പിതാവ്, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹം കട്ടുപ്പാറ ജമാഅത്ത് പള്ളിയിലെ മുക്രിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പോക്കറുമല്ല എന്നാ പേര്. ഈ പോക്കറുമല്ല ഈ അടുത്താണ് വെച്ചത്, ഈ കഴിഞ്ഞ പെരുന്നാളുടെ അടുത്താണ് വെച്ചത്. ഈ പോക്കറുമല്ല, അദ്ദേഹത്തിന് ഒരു മകൻ മുഹമ്മദ് അലി ദാരിമി, കട്ടുപ്പാറ ജമാഅത്ത് പള്ളിയിലെ കാളിയാണ്. വേറൊരു മകൻ ഉമർ ഫൈസി, അത് വേറൊന്നുമില്ല. മൂന്നാമത്തെ മകനാണ് ഹുസൈൻ സലഫി. നാലാമത്തെ മകനാണ് അബൂബക്കർ കൈലർ. അഞ്ചാമത്തെ മകളാണ് മാളു. ആറാമത്തെ ആളാണ് സൈനബ്. ഏഴാമത്തെ ആളാണ് റംല.